ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന്റെ കാര്യത്തിൽ അതുടനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അച്ഛൻ ജീവിതം കുറെ കണ്ടതായിരിക്കാം, പക്ഷേ ജീവിതം ഉന്തിത്തള്ളി കൊണ്ടുപോകുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് വെറും സീറോയാ. ബിഗ് സീറോ. മാഡത്തിന്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടി ഒരുക്കിയതാ. അതിപ്പോ എന്റെ വിശ്വാസം നേടിയിട്ട് അവൻ എന്താ പ്രയോജനം? മാഡം കുറച്ചു മുൻപ് ചോദിച്ചില്ലേ അവൻ എന്തിനാ മാഡത്തിന്റെ വീടുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തെന്ന്? ഇതിനെന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉത്തരവുണ്ടോ? ഉത്തരവുള്ളത് അവന്റെ കയ്യിൽ മാത്രം. അതറിയാൻ അവന്റെ പിന്നാലെ സഞ്ചരിക്കുക എന്നത് മാത്രമാണ് നമുക്കുള്ള ഏക മാർഗം. മാഡം ഒന്ന് ആലോചിച്ചു നോക്കി. മാഡം പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം മാഡം അവനെ കണ്ടു. നൈറ്റ് കടയില്, ബീച്ചിലെല്ലാം അവൻ മാഡത്തിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്തിന്? ഇപ്പൊ അവൻ വീട്ടിലെ ഓരോ അംഗങ്ങളുമായിട്ട് പരിചയപ്പെടാൻ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി ഓരോരുത്തരുടെയും മനസ്സിൽ കയറിക്കഴിഞ്ഞു. എന്റെ ബലമായ സംശയം വിഷ്ണു സാറിന്റെ തിരോധാനത്തിന് പിന്നിലും ഈ ശിവന്റെ കൈകൾ ഉണ്ടാവാം. സ്വന്തം ജീവന് പേടിയില്ലാത്തവർക്ക് പിന്നെ പേടിയുള്ളത് ഉറ്റവരുടെ ജീവനാ. ഈ മണ്ണ് ഞങ്ങൾക്ക് നഷ്ടമാകുന്നതിന്റെ വേദനയുടെ ആഴം ഞങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാവുന്നോ അത്രത്തോളം വേദന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ശിവൻ ഉണ്ടാക്കും. പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ക്രിമിനൽ, അങ്ങനെ തന്നെ അവനെ വിശേഷിപ്പിക്കാം. എനിക്ക് ഉറപ്പുണ്ട് മാഡം, അവൻ നിയന്ത്രിക്കുന്ന ഒരു ചരടിലൂടെ അവൻ മാഡത്തെയും മാഡത്തിന്റെ കുടുംബത്തെയും കൊണ്ടുപോവുകയാണ്. മാഡം ഇനി മുന്നോട്ട് നീങ്ങുന്നത് വളരെ ആലോചിച്ചായിരിക്കണം. അപകടം അത് ശിവന്റെ രൂപത്തിൽ പിന്നാലെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞേ ഉള്ളൂ, മാഡം ഒന്ന് കരുതിയിരിക്കണം. വിഷ്ണുവേട്ടന്റെ മിസ്സിങ്ങിൽ ഒരുപക്ഷെ അനു പറഞ്ഞതുപോലെ ശിവൻ എന്തെങ്കിലും പങ്കുണ്ടാവോ? എങ്കിൽ എന്തിനവനിത് ചെയ്യണം? അതറിയണം. അറിഞ്ഞേ നോക്കൂ. അതിന് ശിവനുമായി പിണങ്ങി നിൽക്കുകയല്ല, അടുത്തു നിന്ന് രഹസ്യങ്ങൾ അറിയുകയാ വേണ്ടത്. വിഷ്ണുവേട്ടനെ കാണാതായതിന് പിന്നിൽ ശിവൻ എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കുക തന്നെ വേണം. അതവന് വാങ്ങിച്ചു കൊടുക്കുക എന്നതാ എന്റെ കടമ. മോനെ ശിവ. അമ്മേ. മോനെ നീ വന്നോ? എനിക്കറിയായിരുന്നു ഞാൻ വിളിച്ചാൽ നിനക്ക് വരാതിരിക്കാനാവില്ലെന്ന്. അമ്മയെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോ അമ്മേ? അല്ല ഇതാരാ? ഫ്രണ്ടാ. കമലൻ. ആ എങ്കിൽ അകത്തേക്ക് കയറി വരാൻ പറ. കൂട്ടുകാരനെ കൂട്ടി വന്നിട്ട് പുറത്താണ് നിർത്തുന്നത്. അതൊക്കെ മറ്റൊരു ദിവസം ആട്ടമ്മേ. അമ്മയെ കാണുക, പോവാ. കുറച്ച് ജോലി തിരക്കുണ്ടെന്ന് കൂട്ടിക്കോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. രണ്ടുപേരും ചായ കുടിച്ചിട്ട് പോയാ മതി. വാ മോനെ, എന്തെങ്കിലും കഴിച്ചിട്ട് വാ. വാ. എവിടേക്കാ? എന്റെ നിയന്ത്രണത്തില് ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാൻ പറ്റുന്നവര് മാത്രം എന്റെ വീടിനകത്തോട്ട് കയറിയാ മതി. മഹേട്ടാ, നമ്മുടെ മോനാ ഇത്. ഞാൻ അവന്റെ അച്ഛനാണെന്നുള്ള വിചാരം അവനില്ലല്ലോ. ഞാൻ എന്റെ അമ്മ വിളിച്ചുകൊണ്ട് മാത്രം വന്നതാ, അല്ലാതെ ഇവിടെ കയറി താമസിക്കാൻ വന്നതല്ല. അതിനർത്ഥം നീ ഇപ്പോ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും അണുകിട മാറാൻ നീ തയ്യാറല്ല എന്ന് അല്ലേ?
അതായത് ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ നിനക്ക് മനസ്സില്ല എന്ന്. അച്ഛൻ പറഞ്ഞിട്ടുള്ള ന്യായമായ കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യായമായ മാത്രം. അയ്യോ, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ന്യായം കൂടിയ കാര്യങ്ങളാണല്ലോ അല്ലേ? അതിൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ? അല്ല, എന്റെ ഒരു സംശയമാണ്, അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കളക്ടർ ശാലിനി വിഷ്ണുവുമായിട്ടുള്ള നിന്റെ ബന്ധം എന്താ? എനിക്ക് ആ വീട്ടിൽ കളക്ടറുമായിട്ടല്ല ബന്ധം, അവരുടെ മദറിലോ സത്യാമ്മയായിട്ടാ. അവരുടെ ഫിനാൻസ് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റായിട്ടാ ഞാനിപ്പോ ജോലി നോക്കുന്നത്. അല്ലാതെ അച്ഛൻ കരുതുന്ന പോലെ ഒരു വഴിവിട്ട ബന്ധവും ആരുമായിട്ടും എനിക്കില്ല. എടാ, മാണിക്കോത്ത് ഗ്രൂപ്പിന്റെ ഫിനാൻസ് മാനേജറുടെ ചെയർ നിനക്ക് വേണ്ടിയിട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ആ കസേരയോട് നിനക്ക് തോന്നാത്ത ഭ്രമം നിനക്ക് ഈ കളക്ഷൻ ഏജന്റ് ജോലിയോട് തോന്നിയതിന്റെ ചേതോ വികാരമാണ് ഞാൻ ഈ ചോദിച്ചത്. കളക്ടർക്ക് വേണ്ടിയിട്ട് തല്ലുണ്ടാക്കുന്നു, സ്വന്തം ജീവൻ കളഞ്ഞും അവളെ രക്ഷിക്കാൻ നോക്കുന്നു. എടാ, ഞാനും കഴിക്കുന്നത് ചോറ് തന്നെയാ. വേല നീ മഹേന്ദ്രന്റെ അടുത്ത് എടുക്കല്ലേ? മഹേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ച് ഒന്നുമില്ലാത്തവന്റെ ഉള്ളിലേക്ക് തീ കോരിയിടാണോ? അവൻ പറഞ്ഞില്ലേ അവന്റെ മനസ്സിൽ ഒന്നുമില്ലാന്ന്. നിർമ്മലേ, എന്നെ കടത്തി വെട്ടുന്ന ബുദ്ധി അവന്റെ കയ്യിലുണ്ട്. യവനെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു പെണ്ണുണ്ട്, ഡെയ്സി. അവളെ കുറിച്ച് യവനിപ്പൊ ചിന്തിക്കുന്നുണ്ടോന്ന് പോലും നോക്കിക്കേ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. പഴയ കാര്യങ്ങളൊക്കെ ചകഞ്ഞ് ഈ സംസാരം നീട്ടിക്കൊണ്ടു പോകണമെന്ന് എനിക്കില്ല. എനിക്കറിയാവിടെ, നിനക്കിപ്പോ ഞങ്ങളെപ്പോലെയുള്ളവരോടൊക്കെ സംസാരിക്കാൻ തന്നെ സമയമില്ലല്ലോ. ജോലിയല്ലേ ജോലി, കൊട്ടപ്പടി ശമ്പളം കിട്ടുന്ന ജോലി. എടി, ഞാൻ ഇവിടെ എന്റെ സെക്യൂരിറ്റിക്കാരന് കൊടുക്കുന്ന ശമ്പളം പോലും യവൻ അവിടെ കിട്ടുന്നുണ്ടാവില്ല. എന്നിട്ട് അവൻ ജോലിയുടെ മഹത്വം എന്നോട് പറയുന്നത്. എനിക്കിനി ഒന്നും പറയാനില്ല. കുറച്ചു നാളത്തേക്ക് എനിക്കവിടെ ഈ ജോലിയുമായിട്ട് മുന്നോട്ട് പോവാതിരിക്കാനാവില്ല. കാരണം ഒരു പ്രായം ചെന്ന് സുഖമില്ലാത്തൊരു മനുഷ്യൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ സ്ഥാനത്താണ് എന്നെ കാണുന്നത്. ഓ, എന്നിട്ടും കളക്ടറുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നെ കാണുന്നുണ്ട് എന്ന് നീ പറയുന്നില്ല? മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൊണ്ട് നോക്കിയാ എല്ലാം മഞ്ഞയായിട്ടേ കാണൂ. അത് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഉള്ളിൽ ബാധിച്ചിരിക്കുന്ന സംശയത്തിന്റെ കറ ഒട്ടും ഇല്ലാതാവണം. അച്ഛന്റെ കാര്യത്തിൽ അതുടനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അച്ഛൻ ജീവിതം കുറെ കണ്ടതായിരിക്കാം, പക്ഷേ ജീവിതം ഉന്തിത്തള്ളി കൊണ്ടുപോകുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് വെറും സീറോയാ. ബിഗ് സീറോ.